എന്തുവാടോ ഈ സമയത്താണോ ചെത്ത് കഴിഞ്ഞത്? നേരെ എത്രയായെന്നാ? ഓ ഒന്നും പറയണ എന്റെ കൊത്താറോ, നമ്മുടെ ചന്ദ്രന്റെ ഗീർവാണം കേട്ടങ്ങ് നിന്ന് പോയതാ. ചന്തയിൽ ഇന്ന് അവന്റെ പ്രസംഗം ഉണ്ടായിരുന്നു. തൊഴിലാളികളെല്ലാം അവന്റെ കൂടെ ആണല്ലോ. എന്തായാലും അവൻ പറയുന്നതിലും കാര്യമുണ്ടല്ലോ. ഏതായാലും സമരം ഇച്ചിരി കടുക്കും. എന്തോന്ന് കടുക്കാനാ? കൃഷി ഇറക്കാൻ കാശില്ലാത്തവർ വിചാരിച്ചാ എന്തോ നടക്കാനാ? കായലിൽ ചവിട്ടിത്താക്കാൻ മടിയില്ലാത്ത കൂട്ടരാ. അതൊക്കെ പണ്ടാ കൊത്താറാ. ഇതേ ജനാധിപത്യ സർക്കാരാ, സമര ന്യായത്തിന് വേണ്ടിയാ. നാരായം കൊണ്ട് സൂര്യനെ ബന്ധിച്ച കൂട്ടരാ മാടത്താനിക്കാർ. നെല്ലുകൊണ്ട് പൊരേടം നികത്തിയവരാണെന്നും കേട്ടിട്ടുണ്ട്. പക്ഷേ കെട്ടുകഥ എന്ന് ഇനി വില പോകത്തില്ല കൊത്താറാ. നിന്നോട് പറഞ്ഞ് ജയിക്കാനൊന്നും ഞാനില്ലേ, അതിന്റെ ആവശ്യവും എനിക്കില്ല. എന്തുവാടാ ചന്ദ്ര ഇത്? ഗോപാലൻ കൊത്താറിനോട് ഉടക്കില്ലെങ്കിൽ കുറക്കം വല്ലയോ? ഓ ഇത് ചുമ്മാ. എന്തോന്ന് ചുമ്മാ? ഇനി സർപ്പം പാട്ടും കളവെഴുത്തും എല്ലാം കെട്ടുകഥയാന്ന് നീ പറയുമല്ലോ. എന്തുവാ കൊത്താറ ഇത്? ഒരെണ്ണം അടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരെണ്ണം അടിച്ചിട്ട് പോയിക്കോളണം. എന്തിനു ഉടക്ക്? ഒരെണ്ണം എടുത്തോളാ. ഒരു 4 അടിച്ചിട്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഒരു കപ്പയും മുളകും കൂടി എടുത്തു. ഓ ഇടോ ദാസു, ആ പടിഞ്ഞാറ്റയിലെ പെണ്ണിന് വയ്യ. മരുന്ന് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. നീ ഒന്ന് ഓതണം. നോക്കാം കൊത്താറ. വ്യാഴാഴ്ച വീട്ടിലേക്ക് കൊച്ചിനൊന്ന് കൊണ്ടുവരാൻ പറ. കൊത്താറോ, ദാസനെ കൊണ്ട് ഓദിക്കുന്നതൊക്കെ കൊള്ളാം, സൂക്ഷിക്കണം. ഷടാനനം കുങ്കുമരക്തവർണം മഹാമതി ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനം സൈന്യനാഥം ഗുഹം സദാ ശരണമാം പ്രപത്തി. ഓം ശരവണ ഭവ. വാസു, നാഗങ്ങൾ തൃപ്തരായോ? അനുകൂല ഭാവത്തിലാണ്. മണ്ണിൻ്റെ അധിദേവതകളല്ലേ നാഗങ്ങൾ. അവരുടെ വാസസ്ഥാനം മുക്കാലും നശിപ്പിച്ചു കളഞ്ഞില്ലേ. പലതും അലയ ഗതി കിട്ടാതെ. വിപ്ലവോ പാർട്ടിയെന്നൊക്കെ പറഞ്ഞ് കാവും കുരിയാലയൊക്കെ നശിപ്പിച്ചപ്പോ വലിയ തിരുമേൻ ഇതൊന്നും ഓർത്തില്ല. ബാക്കിയുള്ളവരല്ലേ ഇപ്പൊ കിടന്ന് അനുഭവിക്കുന്നത്. പണ്ടുണ്ടതും പാളയെ തൂറിയതുമൊക്കെ എന്തിനാ പറയണേ? അദ്ദേഹം എന്ത് വലിയ ആളാ. നമുക്കിന്ന് എന്താ ചെയ്യാനൊക്കുന്നേ? തൽക്കാലം മാസം തോറും പാട്ട് നടക്കട്ടെ. ഏതായാലും തിരുമേനി നേരിട്ടൊന്നും മണ്ണാർശ പോകണം. സമസ്താപരാധവും പറഞ്ഞു വഴിപാട് നടത്തി വരണം. അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പോ പുള്ളുവൻ ദാസനെ കിട്ടണം. ഓ ആരാ അത്? ദാസനാന്നേ. എന്താ ദാസൻ ഈ നേരത്ത്? അങ്ങൊന്ന് മണ്ണാർശ പോയിരിക്കുവാന്നല്ലോ. അറിയാമേ, അതൊക്കെ ചാർത്തിൽ ഞാൻ കണ്ടായിരുന്നു. പിന്നെന്താ? ഇവിടുത്തെ ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടി വന്നാ. ആരാ അവിടെ? ആരുമില്ലമ്മേ. എമ്പുരാട്ടി,
തമ്പുരാട്ടിയുടെ ഈ പിന്നീട്ട മുടി കണ്ട തലകീഴായി കിടക്കുന്ന പാമ്പായിട്ട് തോന്നും. രണ്ടിടത്തും മാറി മാറി കൊത്തുന്നത് കാണാൻ നല്ല ശേല. മനസ്സിജനൊരു മലരമ്പെയ്തു മതികലയതു മുടിയിൽ ചൂടി. മനസ്സിജനൊരു മലരമ്പെയ്തു മതികലയതു മുടിയിൽ ചൂടി. ചന്ദ്രികയായി കാമിനിയവളൊരു താരകമായി. മനസ്സിജനൊരു മലരമ്പെയ്തു മതികലയതു മുടിയിൽ ചൂടി. ആരാ ആരാന്ന്? പറയുമ്പോ ഞാനാടാ. വാ. ആ കൊത്താരനായിരുന്നു, പേടിച്ചു പോയല്ലോ. ഇന്ന് എവിടെ ആയിരുന്നു സേവ? നിനക്കെവിടെ ആയിരുന്നു? കറുത്തെടുത്ത് ഹരിപ്രശ്നമല്ലയോ കൊത്താറ? കറുത്തെടുത്ത് തെങ്ങിലെല്ലാം പേടാ. ദാ ഒരുമാതിരി കൊള്ളാവുന്ന ഈ ഒരു കൊലയുള്ളായിരുന്നു. ആ കൊത്താറിന് കിണിക്കാം, വലിയ ആളല്ലയോ. നമ്മളാരാ? ആട്ടെ, എവിടെയായിരുന്നു സേവ? തെക്കൻ വഴിക്കായിരുന്നു. ആയില്ലല്ലായിരുന്നടാ. മണ്ണാർ ചക്കോള് വീയപുരത്തും കരുവാറ്റയിലും നാട്ടുകാര് പറയുന്നുണ്ട്. ആ ഓരോ യോഗം. ബാക്കിയുള്ളവർ ആരെങ്കിലും അറിയാമെന്ന് നോക്കിയാൽ തന്നെ പുകില്. അതെ, ആൾക്കാർക്ക് ഉള്ളി നല്ല ദേഷ്യവും അസൂയൊക്കെ ഉണ്ട്. പൂച്ചം പൂച്ചം പറയുന്നേ ഉള്ളൂ. പേടിച്ചിട്ടായിരിക്കും കൊത്താറിനെ. മനസ്സിലെങ്കിലും ആരാടാ ഉള്ളത്? ചുമ്മാ അല്ലേ, കൊത്താറങ്ങ് കിടന്നാലോ? ഒന്ന് കൂടിയിട്ട് എത്ര നാളായി? ആ കരിക്കുണ്ടായിരുന്ന കലർത്തി വീഴ്ച നല്ല സുഖമായിരുന്നേനെ.